ഹായ് ഗൈസ്. നമ്മൾ നമ്മുടെ മനപ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കൗൺസിലറിനെ നല്ല കൗൺസിലിംഗ് ചെയ്യാൻ അറിയുന്ന ഒരാളെ കണ്ടെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെയും നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ചില കൗൺസിലേഴ്സിനെ നല്ല കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരെ അറേഞ്ച് ചെയ്യും. ബി കെയർഫുൾ. ഇഫ് ദറ്റ് സുഹൃത്ത് ഹാസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദറ്റ് പർട്ടിക്കുലർ കൗൺസിലിംഗ് പേഴ്സൺ, ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എത്തിക്സും അനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ കൗൺസിലിങ്ങിൽ രഹസ്യങ്ങൾ ചോർത്ത് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്കുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഒരു പേഷ്യൻ്റാണ്, ഇറ്റ്സ് ഔട്ട്സൈഡ് കേരള. അപ്പോൾ അയാളുടെ ഭാര്യയെയും 3 മക്കളെയും പെൺകുട്ടികളെയും ഉപേക്ഷിച്ച് വേറൊരു ലൈഫിലേക്ക് പോയി 2-3 ലൈഫൊക്കെ ആയി ഫെയിലിയറായിട്ട് തിരിച്ചു വന്നിട്ട് അവസാനം ഈ ഫസ്റ്റ് വൈഫിൻ്റെയും കുട്ടികളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാര്യ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഐ ഫീൽ സംതിങ്, എന്താ ഇത് പ്രശ്നം? അപ്പോൾ ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് ഉണ്ട്. വൈഫിന് വേണമെങ്കിൽ അവർ കുറച്ച് സ്ട്രെസ്ഡാണ്. ആ കൗൺസിലിങ്ങിൽ അവരുടെ മുഖത്ത് കണ്ടത് ഇറ്റ്സ് ലൈക്ക് ഇവൻ എന്നെ പറ്റിച്ച് വേറൊരു ആളോടൊപ്പം പോയി ജീവിക്കാൻ ശ്രമിച്ചതാണ്. ഇവൻ ഇനി ഈ മുറിക്ക് പുറത്തിറങ്ങരുത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പക്ഷെ അത് ഹെൽപ്ഫുള്ളായി. നമുക്ക് പിന്നെ അവരെ കൗൺസിലിംഗ് ചെയ്ത്, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, അവരെ കൗൺസിലിംഗ് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. അവര് സത്യത്തിൽ നല്ലൊരു സ്ത്രീയാണ്. നമുക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ജീവിതത്തിനാണ്. അവരുടെ മുന്നോട്ടുള്ള പോക്കിന് നമുക്ക് ഒരു പക്ഷേ പർട്ടിക്കുലർ പേഴ്സണുമായിട്ട്, ആ കുട്ടികളുടെ അപ്പനുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അവരുടെ ഒത്തിരി പേര്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒത്തിരിയും സ്ത്രീകൾ അങ്ങനെ നന്നായിട്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ നല്ലൊരു സ്ത്രീയായി മാറി. അപ്പോൾ അവിടെ 2 അപകടങ്ങൾ കണ്ടു. നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ എപ്പോഴും എവേ ഫ്രം നമ്മുടെ പേഴ്സണൽ റിലേഷൻസിന് എത്തിക്സ് ഇല്ലാത്ത കൗൺസിലിംഗ് ചെയ്യുന്നവരടുത്ത് പോകരുത്. എത്തിക്സ് കീപ്പ് ചെയ്യുന്ന കൗൺസിലിംഗ് രഹസ്യങ്ങൾ ചോർത്തപ്പെടാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും, ഇപ്പം നമുക്ക് എത്തിക്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ആൾക്കാരെന്ന് എവയായ പ്രൊഫഷണലായ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ പോയി കൗൺസിലിങ്ങിന് വിധേയരാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഫ്രം മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ എന്നോടിങ്ങനെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോകുന്നതിന് വേറൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹാവിങ് സോ മെനി പ്രോബ്ലംസ്. അപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ള അടുത്ത് പോകാതിരിക്കാം. നമുക്ക് കാശ് കൊടുത്ത് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, ആരും വരേണ്ട, നമുക്ക് അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ.